ഇനി നമ്മൾ റിസൾട്ടിലേക്ക് പോവുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 2026 മാർച്ച്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 1990 നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 2,90,398. അതെ, 2,90,398 ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. മുൻ വർഷം ഇത് 77.81%. അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ. റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,72,423. അത് കഴിഞ്ഞ വർഷം 3,70,642 ആയിരുന്നു. ഇതിൽ ആൺകുട്ടികൾ 1,79,672. ആൺകുട്ടികളിൽ ജയിച്ചവർ 1,22,906. വിജയശതമാനം 68.41. അതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൺകുട്ടികൾ 1,79,952. അതിൽ ജയിച്ചവർ 1,23,160. വിജയശതമാനം 68.44. അപ്പോഴും ചെറിയൊരു ശതമാനം ഇത്തവണ ആ കാറ്റഗറിയിലും കൂടുതലാണ്. അതെ, ഇത്തവണ ചെറിയൊരു ശതമാനം കുറവാണ്. 0.03 ആണ് വരിക. ഓക്കെ, ആൺകുട്ടികൾ. പെൺകുട്ടികൾ 1,92,751 പേർ പരീക്ഷ എഴുതിയത്. ജയിച്ചവർ 1,67,475. വിജയശതമാനം 86.89. അപ്പോൾ പെൺകുട്ടികളുടെ വിജയശതമാനം ആൺകുട്ടികളെക്കാൾ വളരെ മുന്നിലാണ്. ഏകദേശം 20% വ്യത്യാസമുണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിജയശതമാനത്തിൻ്റെ കാര്യത്തിൽ. പെൺകുട്ടികളേറെ മുന്നിലാണ്. അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആൺകുട്ടികൾ പിറകിൽ പോയതുകൊണ്ടല്ല, പെൺകുട്ടികൾ വളരെ മുന്നിൽ വന്നു എന്നുള്ളത് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലിനി കഴിഞ്ഞ വർഷത്തെ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയവർ 1,90,690. ജയിച്ചവർ 1,65,234. വിജയശതമാനം 86.65. അപ്പോൾ പ്രാവശ്യം കൂടി. പെൺകുട്ടികളുടെ വിജയശതമാനം ഇത്തവണ കൂടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിന്. പിന്നെ റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,87,933. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,58,836. വിജയശതമാനം 84.52. ഇത് കഴിഞ്ഞ വർഷം 83.25 ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ശതമാനത്തിൽ കൂടുതൽ അല്ലേ, കൂടുതലാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്
പരീക്ഷ എഴുതിയവരുടെ എണ്ണം 75,923. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 50,398. വിജയശതമാനം 66.38. കഴിഞ്ഞ വർഷം 69.16. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വിജയശതമാനം കുറവാണ്. ഏകദേശം 3% ഹ്യൂമാനിറ്റീസിൽ കുറവാണ്. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,08,567. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 81,147. വിജയശതമാനം 74.74. കഴിഞ്ഞ വർഷം 74.21. അപ്പോൾ കൂടുതലാണ്, ഒരു .something കൂടുതലാണ്. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,67,430. യോഗ്യത നേടിയവർ വിജയിച്ചവർ 1,21,661. വിജയശതമാനം 72.66. കഴിഞ്ഞ വർഷം 73.23. അപ്പോൾ വിജയശതമാനം 1% കൂടുതൽ കുറവാണ്. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,81,851. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,50,604. വിജയശതമാനം 82.82. കഴിഞ്ഞ വർഷം 82.16. 0. something കൂടുതലാണ് എയ്ഡഡ് സ്കൂളിൻ്റെ റിസൾട്ട്. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 22,821. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 17,841. വിജയശതമാനം 78.18. കഴിഞ്ഞ വർഷം 75.91. ഏകദേശം 3% വർധനമാണ്. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 321. ഉപരിപഠന യോഗ്യത 275. വിജയശതമാനം 85.67. കഴിഞ്ഞ തവണ 86.40. കുറവാണ്, ഇത്തവണ കുറവാണ്. ഇനി എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. കഴിഞ്ഞ വർഷം 30,145. അപ്പോൾ കൂടുതലാണ്, ഒരു 416 എണ്ണം കൃത്യമായി പറഞ്ഞാൽ കൂടുതലാണ്. കഴിഞ്ഞ വർഷം 30,145. ഇത് നമ്മൾ സപ്ലൈ അല്ലേ, ഇതിൻ്റെ ലിസ്റ്റ് മൊത്തം കൊടുക്കില്ലേ? അതെ, കൊടുക്കുമല്ലോ. ഫുൾ A+ 30,561. 416 എണ്ണം കൂടുതൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.